കേരളത്തിൽ ഏറ്റവും പ്രധാനമായി ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ തിരുവനന്തപുരം അതോടൊപ്പം തന്നെ കഴക്കൂട്ടം, ഈ രണ്ട് സ്ഥലങ്ങളിൽ എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വന്ന ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ, അതായത് തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ കഴക്കൂട്ടവും, ഈ രണ്ട് സ്ഥലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? ഏറ്റവും വലിയ തോതിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഈ രണ്ട് സ്ഥലങ്ങൾ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. തീർച്ചയായിട്ടും പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യം നമുക്ക് കഴക്കൂട്ടം നോക്കാം. കഴക്കൂട്ടത്ത് വളരെ വലിയ തോതിലുള്ള ഒരു ത്രികോണ പോരാട്ടം നടക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനും സാധ്യതയുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നിലവിലത്തെ സാഹചര്യത്തിൽ വിജയസാധ്യത അവിടെ ഏറ്റവും കൂടുതലായി നൽകിയിരിക്കുന്നത് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള മുരളീധരനാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് നേരിയ തോതിലുള്ളൊരു മുൻതൂക്കം നൽകിയിരിക്കുന്നത് മുരളീധരനാണ്. അവിടെ കോൺഗ്രസ്, ഇടതുപക്ഷം അതോടൊപ്പം തന്നെ BJP തമ്മിലുള്ള ശക്തമായ പോരാട്ടമായിരിക്കുമെന്നും അതിൽ ഇടതുപക്ഷത്തിന് വോട്ട് കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അവിടെ BJPക്ക് നേരിയ തോതിലുള്ളൊരു മുൻതൂക്കം കാണുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ അവിടെ ഇടതുപക്ഷം രണ്ടാം സ്ഥാനത്താകുമെന്നും അവിടെ UDFൻ്റെ വോട്ട് കൂടുമെന്നും, പക്ഷേ എങ്കിൽ പോലും അവിടെ മൂന്നാം സ്ഥാനമായിരിക്കും UDF ആണ് എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യം. അതായത് 3 പേരുടെ വോട്ട് തമ്മിലും വളരെ വലിയ തോതിലുള്ള ഡിഫറൻസ് കാണുന്നില്ല. അതിൽ ഒരു നേരിയ തോതിലുള്ളൊരു മുൻതൂക്കമാണ് ഈ പറയുന്ന രീതിയിൽ BJPക്ക് നൽകിയിരിക്കുന്നത് വിജയശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു സർവേ നോക്കുമ്പോഴത്തേക്കും അതിൽ BJPക്ക് ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കവും, തൊട്ടു പിന്നിൽ നിൽക്കുന്നത് LDFും അതിൻ്റെ തൊട്ടു പിന്നിൽ UDFും എന്നുള്ള കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അതും ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും, ഒരു വിജയസാധ്യത കണക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ ചുരുങ്ങിയ ഡിഫറൻസ് ആണ് ഈ 3 പാർട്ടികൾ തമ്മിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് ആകുമെന്നും എന്തും സംഭവിക്കുന്ന ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ മാറാനും സാധ്യത നിലനിൽക്കുന്നുണ്ട് കഴക്കൂട്ടത്ത്. ഇനി നേരെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്കും, തിരുവനന്തപുരത്ത് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ ഏറ്റവും വലിയ തോതിൽ ഒരു മാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അതിൽ BJP വോട്ടുകൾ ഉയരുമെന്നും അതോടൊപ്പം തന്നെ UDF വോട്ടുകളും ഉയരുമെന്നും ഇടതുപക്ഷ വോട്ടുകൾ കുറയുമെന്നുമാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് എന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ആർക്ക് ഗുണകരമാകുമെന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പ്രവചനാതീതമായിട്ട് മാറുന്ന ഒരു സ്ഥലമായിട്ട് തിരുവനന്തപുരം കണക്കാക്കുന്നു എന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അതിൽ നേരിയ തോതിലുള്ളൊരു മുൻതൂക്കം നിലവിൽ UDFിനാണ് കൊടുത്തിരിക്കുന്നത് എന്ന് എടുത്തു പറയണം. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതും BJP വോട്ടുകൾ കൂടാനും അവിടെ LDF വോട്ടുകൾ കുറയാനും UDF വോട്ടുകൾ കൂടാനും നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം അവിടെ UDFിനും കൊടുത്തിരിക്കുന്ന തരത്തിലാണ് സർവേ റിസൾട്ട് സൂചിപ്പിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ അവിടെയും ഈ പറയുന്ന രീതിയിൽ വിജയസാധ്യത ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ ചുരുങ്ങിയ ഡിഫറൻസാണ് 3 പാർട്ടികളും തമ്മിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും എന്തും സംഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ അവസാന നിമിഷം എത്താമെന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും വളരെ ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നതെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ഒരു ത്രികോണ പോരാട്ടം കടുത്തതായി നടക്കുന്ന 2 സ്ഥലങ്ങളായിരിക്കും. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറി മറിയുന്ന 2 സ്ഥലങ്ങളായിരിക്കും ഈ 2 സ്ഥലങ്ങളെന്നും അതോടൊപ്പം തന്നെ ഒരു ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും, വിജയസാധ്യത കണക്ക് നോക്കുമ്പോഴത്തേക്കായാൽ പോലും 3 പാർട്ടികൾ തമ്മിൽ വളരെ ചുരുങ്ങിയ ഡിഫറൻസ് മാത്രമാണ് ഈ 2 സ്ഥലങ്ങളിലും കാണപ്പെടുന്നത്. അതായത് 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്വാധീനം, വേരുറപ്പുള്ള ഒരു 2 സ്ഥലങ്ങൾ തന്നെയാണ് കഴക്കൂട്ടവും തിരുവനന്തപുരവും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ തന്നെയും വളരെ വലിയ തോതിലുള്ള അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് UDF അനുകൂലമാകുമോ LDF അനുകൂലമാകുമോ, അതല്ല അവിടെ BJP അനുകൂല തരംഗമുണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് മാത്രമാണ് നിലവിൽ ചോദ്യമെന്ന് പറയുന്നത്. പക്ഷേ വളരെ കടുത്ത പോരാട്ടമായിരിക്കുമെന്നും ഈ 2 സീറ്റുകളിലും നിലവിൽ LDF ആണെങ്കിൽ തന്നെയും LDFന്
വോട്ട് കുറയാനും സീറ്റ് നഷ്ടപ്പെടാനുമായിട്ടുള്ള സാധ്യതയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അത് BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, UDFയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അതല്ല സർവേ ഫലങ്ങളെ ഒക്കെ തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ട് LDFന് ആ സീറ്റ് നിലനിർത്താനായി നിലവിലത്തെ സാഹചര്യത്തിൽ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത്. എന്തായാലും കേരളം വിധി എഴുതുന്ന ഇന്ന് തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് തിരുവനന്തപുരത്തായാലും കഴക്കൂട്ടത്തായാലും വളരെ വലിയ തോതിൽ പ്രതിഫലിക്കുമെന്നുള്ളതും വ്യക്തമാണ്. അത് ആർക്ക് അനുകൂലമാകും, ആർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.